ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ഫുഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 2 മുട്ടയും ഒരു ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു വയറ് നിറയത്തുള്ളൂ. കുഞ്ഞു വയറൊന്നുമല്ല, വലിയ വയറൊന്നും തന്നെ കൂട്ടിക്കോളും. എന്തായാലും 2 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. മുട്ട അത് ഈ കണ്ടോ, ഈ പരുവത്തിൽ, മുക്കാ പരുവത്തിലെടുക്കുക. അതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുട്ട പുഴുങ്ങൽ കേട്ടോ. അപ്പം ഞാൻ ആ പരുവത്തിലാണ് എപ്പോഴും കഴിക്കാറുള്ളത്. ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കട്ടൻ കാപ്പി അടുത്തിരിക്കുന്ന കാപ്പിക്ക് ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാപ്പി പിണങ്ങിയിരിക്കുകയാണ് മധുരം ഇടാത്തത് കൊണ്ട്. ഈ കാപ്പി ഇത്രയുമാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. ഈ ഒരു മുട്ടയും കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ, എങ്കിലും എൻ്റെ വയറ് നിറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിയാണ് കേട്ടോ. ഞാൻ കഞ്ഞിയല്ല, കഞ്ഞി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ കഞ്ഞിക്ക് നമ്മുടെ പയറ് കഞ്ഞിയാണ് കേട്ടോ. എന്തായാലും അടുപ്പത്തിട്ട് നമ്മുടെ മൺകലത്തിൽ വെച്ച് നമ്മുടെ പൂർവികർ ഉണ്ടാക്കുന്ന കഞ്ഞിയുടെ കൂട്ടാണ് ഇന്ന് ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഞ്ഞിയും എന്ത് പറയാനാണ്, നമ്മുടെ ചെറുപയറും അരിയും നമ്മുടെ ഈ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തുണ്ട്. ഇത് 3ഉം കൂടെയാണ് നമ്മൾ ഇന്ന് കഞ്ഞി വെക്കാൻ പോകുന്നത് കേട്ടോ. മുരിങ്ങയില നല്ലതാണ്, പക്ഷെ മുരിങ്ങയില എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അടുപ്പത്തോട്ട് ഞാനത് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഇരുന്ന് വെന്തതിന് ശേഷം നമുക്കൊരു സാധനം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി കഴുകി എടുത്തതാണ്. വറ്റൽ മുളക് കഴുകിയാണ് ഇടേണ്ടത് കേട്ടോ. കഴുകി ഇട്ടിട്ടുണ്ട്. അടപ്പ് വെച്ചിട്ടുണ്ട്. വീട്ടിലെ അംഗങ്ങൾക്ക് ചോറുണ്ട്. അതേ ചീര തോരനുണ്ട്. അത് കഴിഞ്ഞ് അവരാരും കഞ്ഞി കുടിക്കില്ലെന്ന് ചോദിച്ചാൽ കഞ്ഞിയൊക്കെ കുടിക്കും. ഇതേ കണ്ടോ, നമ്മുടെ എന്ത് പറയാനാണ്, സാമ്പാറും മീൻ വറുക്കാനും തലേ ദിവസത്തെ മീൻകറിയും ഒക്കെ ഉണ്ട്. അതെല്ലാം വെല്ലാനായിട്ട് നമ്മുടെ കാന്താരി മുളകിൻ്റെ ഒരു ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും. എന്തായാലും അരി ഏതാണ്ട് 3/4 പരുവം വന്നപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇച്ചിരി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. എന്തായാലും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, പറയാണ്ടിരിക്കാൻ ഈ ചൂട് കഞ്ഞി കുടിക്കുമ്പോണ്ടല്ലോ നമ്മുടെ സർവത്ര രോഗവും മാറിക്കിട്ടുമെന്ന്. നമുക്ക് ചെറിയൊരു പനിയും വയ്യായികൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അത് മാത്രമല്ല, ചെറുപയർ നമ്മുടെ ക്ഷീണം മാറ്റി ശരീരത്തിൽ ഏറ്റവും ഹെൽത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ കണ്ടോ, ഈ ചമ്മന്തി നമ്മുടെ മുളക് ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ചൂട് കഞ്ഞി വാ, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അത്രമാത്രം ടേസ്റ്റാണ്. ശരീരമൊക്കെ വേർത്തൊലിക്കുകയാണ്. ചൂട് കഞ്ഞി അകത്ത് പോകും തോറും എൻ്റെ ശരീരത്തിൽ നിന്നും അങ്ങനെ വേർപ്പ് ഒലിക്കുകയാണ്. അത്രമാത്രം നല്ല ടേസ്റ്റിയുമാണ്. കഞ്ഞി കുടിക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ശരീരത്തിന് ഒരു പ്രത്യേക തരം എനർജിക്ക് കിട്ടുക. ഈ മുളവൊക്കെ അതിൻ്റെ നീരൊക്കെ എടുത്തങ്ങ് കുടിക്കുകയാണ് കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും ഒന്നും നോക്കുന്നില്ല. അത്രമാത്രം ടേസ്റ്റാണ് നമ്മുടെ പയറ് കഞ്ഞിക്കല്ലേ. ഇന്നത്തെ കുഴിമന്തിയെ കഴിഞ്ഞും നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്. എന്തായാലും അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ.